തന്ത്രി കണ്ഠര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കും. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബ്രഹ്മദത്തനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂരിപക്ഷ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. താഴവൻ കുടുംബത്തെ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും. സുഹൃത്തുക്കളെ, അങ്ങനെ തന്ത്രി കണ്ഠരര് രാജീവരരിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകനെ ഇപ്പോഴത്തെ ശബരിമലയിൽ മേൽശാന്തിയായിട്ട് നിയമിക്കാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ മേൽശാന്തി ആവുക എന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ ലക്ഷപ്രഭു ആവുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തില് നമ്പൂതിരിമാർ, ജന്മനാ നമ്പൂതിരി ആ വിഭാഗത്തിൽ ജനിച്ച ആളുകൾ പൂണൂലൊക്കെ ഇട്ടിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, അത് ചെയ്യാതെ പോകുന്നവരുമുണ്ട്. ചില ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ വൈറ്റ് കോളർ ജോബുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ പലർക്കും ഇഷ്ടമാവില്ല, ഇഷ്ടമാവണ്ട. എൻ്റെ ഒരു കൺസേൺ, എൻ്റെ ചില സംശയങ്ങളാണ് ഞാൻ ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. ചോദ്യം നമ്പർ 1, ഈ കണ്ഠരര് രാജീവരര് എന്ന് പറയുന്ന ഈ താഴമൺ കുടുംബത്തിലെ ആളുകൾക്ക് മാത്രമാണോ അയ്യപ്പനെ പൂജിക്കാനുള്ള അവകാശം? അല്ലെങ്കിൽ ആ ഒരു നമ്പൂതിരി കുടുംബത്തിന് മാത്രമാണ് അവരെ പൂജിക്കാനുള്ള അവകാശം? ഞാൻ അറിഞ്ഞിടത്തോളം ഈ കണ്ഠരര് രാജീവരര് എന്നൊക്കെ പറയുന്ന ആളുകൾ കേരളത്തിലെ നമ്പൂതിരിമാരല്ല, കേരളത്തിൽ ജനിച്ചു വളർന്നുണ്ടായ നമ്പൂതിരിമാരല്ല. അവർ കർണാടകയിൽ നിന്നെങ്ങാണ്ടോ കേരളത്തിലേക്ക് വന്ന നമ്പൂതിരിമാരാണ്. അതിൽ വേറെ ചില ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട്, ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതും ഒന്ന് അന്വേഷിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്നില്ല, ഞാൻ പിന്നീട് ഒരു രസകരമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കുമെന്നാണ്. തന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞു. ബ്രഹ്മദത്തൻ യോഗ്യനാണെന്നും താഴവൻ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും പ്രസിഡന്റ് കെ ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്റെ മകനെ തന്ത്രിയാക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ആ കാരണം ആ പയ്യനെതിരെ വേറെ ഒന്നുമില്ലല്ലോ, അവൻ തന്ത്രിയാണ്. ശരി, ആയിക്കോട്ടെ. ആർക്കാ വിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആർക്കും വിരോധം ഉണ്ടാവില്ല. പക്ഷേ വിരോധം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇവിടെ അബ്രാഹ്മണരായിട്ടുള്ള, ബ്രാഹ്മണന്മാരല്ലാത്ത എന്നാൽ പൂജാവിധികളൊക്കെ പഠിച്ച ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്നതല്ല, അത് നേടിയെടുക്കുന്ന ഒന്നാണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പൂജാവിധികളൊക്കെ പഠിച്ച് ഇത് നേടിയെടുത്ത ഒരു പക്ഷേ മറ്റു ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ, ഭയങ്കര ജാതിയാണല്ലോ, മറ്റു ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ തന്നെയുള്ള നായരോ തീയരോ പുലയരോ കണക്കരോ എന്നൊക്കെ പറയുന്ന കുറേ ജാതികളുണ്ടല്ലോ. ഈ ജാതിയിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും ഈ പൂജാവിധികൾ പഠിച്ചിട്ട് PSC വഴിയോ മറ്റോ എന്തുകൊണ്ടാണ് ശബരിമലയിൽ പൂജയ്ക്ക് നിയമിക്കാത്തത് എന്നാണ് ചോദ്യം. ഒരു കുടുംബത്തിന് മാത്രം ആ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായി കിട്ടുന്ന അപാരം സമ്പത്ത്, അറിഞ്ഞെടുത്തോളം ഒരു വലിയ തുകയാണ് ഇവർക്ക് ഓരോ സീസണിലും ആ ഒരു കുടുംബത്തിന് കിട്ടുന്നത്. അത് ഒരു കുടുംബം മാത്രമാണ് അത് വാങ്ങിക്കേണ്ടത്, ഒരു കുടുംബം മാത്രമാണ് അത് ആസ്വദിക്കാനുള്ള അവകാശമുള്ളതെന്ന് പറയുന്നത്. ജനാധിപത്യപരമായിട്ട് ഹിന്ദുക്കളെ നിങ്ങൾ അതിൽ ഒരു ശരികേട് തോന്നുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. സംശയമാണ്, എനിക്ക് ഉത്തരം പറഞ്ഞു തന്നാൽ മതി, താഴത്ത് എഴുതി വെക്കാം. തെറി വിളിക്കുകയാണെങ്കിൽ അത് ആവാം, തെറിയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സംശയമുണ്ട്. എന്തായാലും ആ സംശയം ഇന്നലെ കുറച്ച് ആളുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒന്ന് കേൾക്കാം. അബ്രാഹ്മണരായിട്ടുള്ളവരെയും യോഗ്യതയുള്ളവരെ തന്ത്രിയും മേൽശാന്തിയും ആക്കണം എന്ന ഒരു നിലപാട് പേഴ്സണലായി അങ്ങേക്കെടുത്ത് ഈ ചാനലിൽ കൂടെ പറയാൻ അങ്ങേക്ക് കഴിയുമോ? പറഞ്ഞോളൂ ശ്രീ കാളിദാസൻ. നിങ്ങൾ എന്നെ കൊണ്ട് പറയാൻ ഞാൻ രസമുണ്ട് കേൾക്കുമ്പോ. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നിലവിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ ശാന്തി ഞങ്ങളും തന്ത്രം കഴിക്കുന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കാളിദാസ ഭട്ടത്തിരിപ്പാട്. ഈ തന്ത്രിമാരുടെ ഒരു സമാജം ഉണ്ട് അത്രേ, ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആ തന്ത്രിമാരുടെ സമാജത്തിലെ ഒരു വലിയ ഒരാളാണ് ഈ കൃഷ്ണദാസ ഭട്ടത്തിരിപ്പാട് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തോട് BJP-കാരനായിട്ടുള്ള ഷാബു പ്രസാദ് ചോദിക്കുന്നു, അല്ല അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ കൂടി പൂജയ്ക്ക് നിയമിച്ചാൽ എന്താ പ്രശ്നം? അവരും പൂജിക്കട്ടെന്നേ, അവരും ആ സമ്പത്ത്, ഇതെന്തായാലും സമ്പത്ത് ഉണ്ടല്ലോ, കൂലി ഉണ്ടല്ലോ, ശമ്പളം ഉണ്ടല്ലോ, കിമ്പളവും ഉണ്ട്. തൃപ്പടിയിൽ വെക്കുന്ന പണം മുഴുവൻ ആർക്ക് അവകാശപ്പെട്ടതാണ്? ആ ഒരു പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ആൾക്ക് അവകാശപ്പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് ലക്ഷക്കണക്കിനാണ്. ഇതും പോരാഞ്ഞ് തൊട്ടപ്പുറത്തൊരു മുറി എടുത്തിട്ട് അദ്ദേഹത്തിന് കാല് തൊട്ട് വണങ്ങാൻ വരുന്നവർ കൊടുക്കുന്ന ദക്ഷിണയും ലക്ഷങ്ങളുണ്ടായിരിക്കും ഓരോ ദിവസവും.
നമ്മളൊക്കെ ഒരു ദിവസം ജോലി എടുത്താൽ നമുക്ക് കിട്ടുന്നത് 1000-1500 റുപ്യയാണെങ്കിൽ ഒരൊറ്റ ദിവസത്തെ ഒരു കാല് വണങ്ങൽ എന്ന് പറയുന്ന പരിപാടിക്ക് മാത്രം ഇവർ നേടിയെടുക്കുന്നത് ലക്ഷങ്ങളാണ്. വൈകുന്നേരം ഒരു കണക്കും കള്ളിയില്ലാതെ ഇത്തരം ലക്ഷങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയും നടക്കുന്നുണ്ട് അവിടെ എന്നർത്ഥം. അപ്പോൾ ഇതെന്തോ ഒരു വലിയ സംഭവമാണ്. അവിടെ പൂജ നടത്തുന്ന ആളുകൾ എന്തോ ദൈവത്തിന് തുല്യമാണ് എന്ന സങ്കല്പമുണ്ട്. ആ സങ്കല്പം ഉണ്ടെങ്കിൽ അത് എല്ലാ മനുഷ്യനും അവകാശപ്പെട്ടതല്ലേ? എന്തുകൊണ്ടാണ് മറ്റു ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഈ ഒരു അവകാശം നറുക്കെടുത്തോട്ടെ, എല്ലാവരും പങ്കെടുത്തോട്ടെ. കേരളത്തിലുള്ള എല്ലാ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ആൾക്കാരും ഓൺലൈനായിട്ട് പങ്കെടുത്തോട്ടെ. നമ്മുടെ ഈ നറുക്കെടുപ്പൊക്കെ നടത്തുന്ന പോലെ നറുക്കെടുത്തോട്ടെ. ആ നമ്പർ വീഴുന്ന ആള് അവിടെ പൂജാരിയായിട്ട് പോയിക്കോട്ടെ. അത് നമ്പൂതിരിണ്ടായിരിക്കാം, നായരുണ്ടായിരിക്കാം, അല്ലയോ? ഈ പൂജാതി കർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിച്ച ആളുകളാണ്. അതിനു വേണ്ടിയിട്ട് പരീക്ഷ നടത്തിക്കോട്ടെ, അല്ലയോ? അങ്ങനെയൊക്കെ പഠിച്ചിട്ട് അവിടെ എന്തുകൊണ്ട് ചേർക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അത് കൃത്യമായിട്ട് ഡോക്ടർ TS ശ്യാംകുമാർ ചോദിക്കുന്നുണ്ട്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതൊരു ഫൈൻ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. സഹകരിക്കുന്നു. നമുക്കൊന്നും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല. അവിടെ നിന്ന് വലിയ വരുമാനമില്ല